നെജ്മലിന് 32 വയസ്സായി. ജന്മനായുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ. കൽബിന്റെ തീരത്ത് നീയെത്തും നേരത്ത് തങ്കക്കിനാവിൻ്റെ കുടിലൊരുക്കി. ഡബിൾ ഡിസബിലിറ്റിയാണെന്ന് ഞാൻ പറയുന്നത്. നടക്കാനും പ്രയാസമുണ്ട്. അപ്പോൾ ഐക്യുവിന് വിഷയമാണ്. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. പെൻഷൻ കിട്ടിയില്ല എങ്കിലും ആശ്വാസകരം കിട്ടിയില്ലെങ്കിൽ അവൻ്റേതായ കാര്യങ്ങളുണ്ടാവും. ഓന് സാധനങ്ങൾ വാങ്ങിക്കാൻ, ഓന് ഫോണിൽ ചാർജ് ചെയ്യാൻ, അപ്പോൾ മുടി വെട്ടിക്കാൻ, ഓലേതായ കാര്യങ്ങൾക്ക് ഉപ്പയില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അപ്പോൾ വളരെയധികം വിഷമത്തിലാണ്. ഓൻ്റെ എല്ലാത്തിനെക്കാട്ടിയും ഓൻ്റെ ക്ലാസ് പോണ കാര്യത്തിലാണ്. ഇപ്പോൾ നെജ്മലിനെ സ്കൂളിലേക്കൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്നില്ലേ? ഇല്ല, പറ്റുന്നില്ല. ഏകദേശം ഒരു മാസമായി ഇപ്പോൾ സ്കൂളിൽ പോയിട്ട്. അപ്പോൾ ഓട്ടോയും ചാർജും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഓട്ടോയ്ക്കാ പോയി വന്നോണ്ടിരുന്നത്? ഓട്ടോക്ക് അല്ലാതെ ബസ് കയറാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ആശ്വാസകരണം 2 വർഷമായിട്ട് അതുണ്ടെങ്കിൽ അതന്നെ. പക്ഷെ അതുമില്ല. പിന്നെ ഭിന്നശേഷി പെൻഷനില്ല. അപ്പം എൻ്റെ പെൻഷനും ഇല്ല, വിധവ പെൻഷനും ഇല്ല. അപ്പം അതുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. എഴുതി കഴിഞ്ഞോ? സ്കൂളിൽ പോവാട്ടോ. നീ അടുത്ത പെൻഷനൊക്കെ കിട്ടിയതിന് ശേഷം. ഈ ചോദ്യം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളിലെ ഓരോരുത്തരുടേതുമാണ്. എന്താണ് മറുപടി? കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നത് അതൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു പൊയ്മ കാണുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവർക്ക് ശരിക്കും 6 മാസം ഇവർ പെൻഡിങ്ങിലാക്കി ആശ്വാസകരണം ബ്ലോക്ക് ആക്കേണ്ട കാര്യമില്ലല്ലോ. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.